Hi all, welcome back to Anjali's Tea Book. ഇന്ന് ബിസിനസ് എത്തിക്സിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. ബിസിനസ് എത്തിക്സ് ആൻഡ് മോറൽ ഒബ്ലിഗേഷൻസ് അവിടെ മുതലാണ് പറഞ്ഞു പോവുക. എത്തിക്സ് ആൻഡ് മോറൽസ് റിലേറ്റ് ടു റൈറ്റ് ആൻഡ് റോങ് കണ്ടക്ട്. എത്തിക്സ് ആണെങ്കിലും മോറൽ ആയിട്ടുള്ള തോട്ട്സ് ഐഡിയാസ് ആണെങ്കിലും അവ റിലേറ്റ് ചെയ്യുന്നത് റൈറ്റ് ആൻഡ് റോങ് കണ്ടക്ട്, എന്താണ് റൈറ്റ് ബിഹേവിയർ, എന്താണ് റോങ് ബിഹേവിയർ, അവയെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. എത്തിക്സ് റെഫർ ടു റൂൾസ് പ്രൊവൈഡഡ് ബൈ ആൻ എക്സ്റ്റേണൽ സോഴ്സ്. ഒരു എക്സ്റ്റേണൽ സോഴ്സ് വഴി ഉണ്ടായതായ റൂൾസിനെയാണ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഫോർ എക്സാമ്പിൾ, കോഡ്സ് ഓഫ് കണ്ടക്ട് ഇൻ വർക്ക് പ്ലേസസ് ഓർ പ്രിൻസിപ്പിൾസ് ഇൻ റിലീജിയൻസ്. മോറൽസ് എന്ന് പറഞ്ഞാലോ, മോറൽസ് റെഫർ ടു ആൻ ഇൻഡിവിജ്വൽസ് ഓൺ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് റൈറ്റ് ആൻഡ് റോങ്. മോറൽസ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് എക്സ്റ്റേണൽ സോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്തതാണെങ്കിൽ മോറൽസ് ഇന്റേണൽ സോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്തതാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓൺ പെർസെപ്ഷൻ ടുവേർഡ്സ് ദ റൈറ്റ് കണ്ടക്ട് ആൻഡ് റോങ് കണ്ടക്ട്. ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പെർസെപ്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആൻഡ് റോങ്, അതിനാണ് മോറൽസ് എന്ന് പറയുക. ഓക്കെ, ethics focuses on the decision making process for determining right and wrong. ethics റൈറ്റ് ആൻഡ് റോങ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ഫോക്കസ് ചെയ്യുക. മൊറാലിറ്റി ഈസ് എ കോഡ് ഓഫ് ബിഹേവിയർ യൂഷ്വലി ബേസ്ഡ് ഓൺ റിലീജിയസ് ടെനൻസ്. മൊറാലിറ്റി എന്നാൽ ഒരു കോഡ് ഓഫ് ബിഹേവിയർ ആണ്. അത് യൂഷ്വലി റിലീജിയസ് ടെനൻസിനെ ബേസ് ചെയ്ത് നിൽക്കുന്നു. അവ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകവും കൂടിയാണ്. The term business ethics refer to the set of moral principles that guide a company's conduct. അപ്പം എത്തിക്സും മോറലും തമ്മിൽ ഒരു റിലേഷൻ വരുന്നത് എവിടെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ബിസിനസ് എത്തിക്സ്, നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എത്തിക്സിനെ നോക്കിക്കാണുന്നത്. ബിസിനസ് എത്തിക്സ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 പറഞ്ഞു പോയതാണ്. സോ ബിസിനസ് എത്തിക്സും മോറൽ പ്രിൻസിപ്പിൾസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണത്? Business ethics refer to the set of moral principles that guide a company's conduct. ഒരു കമ്പനിയുടെ കോണ്ടക്റ്റിനെ ഗൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഈ എത്തിക്സും മോറലും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ബിസിനസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. Moral obligations are much more personal as it determines one's principles and boundaries towards the behavior of one accordingly. So moral obligations പേഴ്സണൽ ആണ് കൂടുതലും. നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മോറൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഓൺ പ്രിൻസിപ്പിൾസ് ആണല്ലോ, അതപ്പോൾ പേഴ്സണൽ ആണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് ബൗണ്ടറീസ് that guides a person to behave accordingly, അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. Morality demands that men should act from a sense of ethical duty. Morality ഡിമാൻഡ് ചെയ്യുന്നത് ഒരു വ്യക്തി ആക്ട് ചെയ്യേണ്ടത് a sense of ethical മെന്റാലിറ്റിയോട് കൂടി ആയിരിക്കണം. Morality has no such enforcing authority from the state. It is autonomous, that is coming from the inner life of men. മൊറാലിറ്റി ഹാസ് നോ എൻഫോഴ്സിങ് അതോറിറ്റി ഫ്രം ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. കാരണം അത് ഒരു മനുഷ്യൻ്റെ ഇന്നർ തോട്ടിൽ നിന്ന് ഉണ്ടായി വരേണ്ട ഘടകമാണ്. അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നതാണ് മൊറാലിറ്റി എന്ന് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരമൊന്നും സ്റ്റേറ്റിനില്ല. മോറൽ ഡ്യൂട്ടി കോർട്ട് ലോയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ബിഫോർ കോർട്ട് ഓഫ് ലോ എൻഫോഴ്സിബിൾ അല്ല. ലോ വഴി എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല മോറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ പുവർ മാൻ ഈസ് ലിവിങ് നിയർ യുവർ ഹൗസ്, നോ ലോ ഡിമാൻഡ്സ് യു ടു ഹെൽപ്പ് ഹിം. നിയമം പറയുന്നില്ല, നിയമം എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരു പുവർ മാൻ നമ്മുടെ അയൽവക്കക്കാരനായിട്ടുണ്ടെങ്കിൽ, ഒരു ദരിദ്രനായ വ്യക്തി നമ്മുടെ അയൽവക്കക്കാരനായിട്ടുണ്ടെങ്കിൽ അയാളെ സഹായിക്കണമെന്ന നിയമം പറയുന്നുണ്ടോ? സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പനിഷ്മെന്റ് കിട്ടുന്നൊന്നും നിയമം പറയുന്നില്ല. അത് നമ്മുടെ മൊറാലിറ്റിയുടെ ഭാഗമാണ്, നമ്മുടെ മോറൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത്. ബട്ട് യു ആർ എ മോറലി എലൈറ്റ് പേഴ്സൺ, യു വിൽ വോളണ്ടറി ഹെൽപ്പ് ഹിം. നമ്മൾ മോറലി ഹൈ ആണെങ്കിൽ, ഹൈ തിങ്കിങ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ വ്യക്തിയെ സഹായിക്കും ഇഫ് ഹി ഈസ് ഇൻ നീഡ് ഓഫ് എനി ഹെൽപ്പ്.
This is the difference between moral obligation and ethical principles. The sense of moral obligation actually stems from the religious values and principles. അപ്പം ഒരാൾക്ക് സഹായം വേണം, അല്ലെങ്കിൽ ആ ആള് പുവർ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ അയാളെ സഹായിക്കുന്നു, അത് മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ഈ സെൻസ് ഓഫ് മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്നതാണെന്ന്. നമ്മൾ വിശ്വസിക്കുന്ന അതെന്ത് വിശ്വാസം തന്നെ ആയിക്കോട്ടെ, അതിൽ നിന്ന് ഉടലെടുത്ത് വന്നിട്ടുള്ള ഒബ്ലിഗേഷൻ ആണ് ഈ മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ക്യാൻറ്റ് പ്ലേസ് എ ബാരിയർ ബിറ്റ്വീൻ ദ ടു, because ethical principles are formed from finest moral principles and obligations. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ എത്തിക്സും മോറലും തമ്മിൽ ഒരു ക്ലിയർ കട്ട് ഡിഫറൻസ് പറയാൻ ആർക്കും പറ്റിയിട്ടില്ല. കാരണം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതിൻ്റെ ഉറവിടം ഫൈനസ്റ്റ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഒബ്ലിഗേഷൻസിൽ നിന്നാണ്. ഈ ഫൈനസ്റ്റ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസും ഒബ്ലിഗേഷൻസും തന്നെയാണ് പിന്നീട് ലോ ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് അതാണ് എത്തിക്സിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ലോ ഈസ് ദ സിസ്റ്റം ഓഫ് റൂൾസ് ദാറ്റ് എ പെർട്ടിക്കുലർ കൺട്രി ഓർ കമ്മ്യൂണിറ്റി റെക്കഗ്നൈസ് ആസ് റെഗുലേറ്റിംഗ് ദ ആക്ഷൻസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ, ഗ്രൂപ്പിൽ, സൊസൈറ്റിയിൽ ഉള്ള മനുഷ്യരുടെ കോണ്ടക്റ്റിനെ, അവരുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഘടകമാണ് ലോ എന്ന് പറയുന്നത്. ഒരു നിയമവും ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഒരു തരത്തിലുള്ള ശിക്ഷയും കൊടുക്കാത്തൊരു നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ വയലൻസും ബ്ലഡ് ഷെഡും ഒക്കെ ഒരുപാടായിട്ടുണ്ടാവും. അപ്പം നിയമം വേണം. എന്തിന്? ഇൻ ഓർഡർ ടു ഗൈഡ് ആൻഡ് കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദാറ്റ് സൊസൈറ്റി. പിന്നെന്താ പറയുന്നത്? ഇഫ് യു ആർ എത്തിക്കൽ യു ക്യാൻ അബൈഡ് ബൈ ദ ലോ. ഇഫ് യു ആർ മോറൽ യു ക്യാൻ ബി ethical. A moral obligation is the requirement to pursue what we believe is right and act accordingly. മുൻപത്തെ പോയിന്റ്സ് തന്നെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. മോറൽ ഒബ്ലിഗേഷൻസ് ഡിഫർ അക്കോർഡിംഗ് ടു വൺസ് മൊറാലിറ്റി. ഓരോ വ്യക്തിയുടെ മൊറാലിറ്റി, ചിന്താഗതിയിൽ വ്യത്യാസം വരും തോറും വ്യത്യാസമുണ്ട്. ഓൾ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ അവരുടെ മൊറാലിറ്റി തോട്ട്സിനൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പം ആ ഡിഫറൻസസിൻ്റെ ബേസിസിൽ മോറൽ ഒബ്ലിഗേഷൻസിനും ഡിഫറൻസസ് ഉണ്ടാകുമെന്ന്. ഇന്റർലിങ്ക്ഡ് ആണ്. സോ അതാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് മോറൽ ഒബ്ലിഗേഷൻസ് പറഞ്ഞു പോകുമ്പോൾ ഉള്ള കുറച്ച് പോയിന്റ്സ്. മെയിനായിട്ട് ബിസിനസ് എത്തിക്സും മോറൽ ഒബ്ലിഗേഷനും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കണം. പിന്നെ എന്താണ് എത്തിക്സ്, എവിടെ നിന്നാണ് എത്തിക്സ് വരുന്നത്, എത്തിക്സിനെ മൊറാലിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കി നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കിനെ ഒന്ന് ചെറുതാക്കി പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് വായിക്കേണ്ടത് അനിവാര്യമാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനിയുള്ളത് സസ്റ്റൈനബിൾ ബിസിനസ് എന്ന ഒരു ഭാഗമാണ്. സസ്റ്റൈനബിൾ ബിസിനസ് ഇൻ സിമ്പിൾ വേർഡ്സ് ഈസ് പ്രിസർവിങ് ദ എൻവയോൺമെന്റ് ആൻഡ് കൺസർവിങ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? യൂസിങ് റിസോഴ്സ് കെയർഫുള്ളി ഇൻ ദ പ്രസന്റ് without compromising the ability of future generation to meet their own needs. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അതേ പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് ബിസിനസ്സിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ റിസോഴ്സസും അങ്ങ് എടുത്ത് യൂസ് ചെയ്ത് കളയല്ല വേണ്ടത്. നമ്മൾ പ്രസന്റിൽ വേണ്ടത് എടുത്തിട്ട് preserve the environment and conserve natural resources for future use also. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അപ്രോച്ചിനെ ഗ്രീൻ ബിസിനസ് എന്നും പറയുന്നുണ്ട്. ഗ്രീൻ ബിസിനസ് എന്ന് പറയുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി ഇൻ ബിസിനസ് റെഫേഴ്സ് ടു എ കമ്പനി സ്ട്രാറ്റജി ടു റെഡ്യൂസ് നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് റിസൾട്ടിംഗ് ഫ്രം ദയർ ഓപ്പറേഷൻസ് ഇൻ ദ ഗ്ലോബൽ ഓർ ലോക്കൽ മാർക്കറ്റ്. അപ്പം റിസോഴ്സസിനെ പ്രിസർവ് ചെയ്യുക, അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടും റിസോഴ്സസിനെ പ്രിസർവ് ചെയ്തിട്ട് എൻവയോൺമെന്റിന് അമിതമായ ദൂഷ്യം വരാത്ത രീതിയിൽ റിസോഴ്സസിനെ യൂസ് ചെയ്യുക. അതാണ് ഗ്രീൻ ബിസിനസ് എന്ന് പറയാൻ കാരണം. റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എടുക്കുന്ന ആ ഒരു പ്രക്രിയയൊക്കെ, ആ ഒരു അപ്രോച്ചൊക്കെ കൊണ്ടുവരുന്നത് ബിസിനസ്സിന്
നല്ലതായിരിക്കും, ആ ബിസിനസ് ഇരിക്കുന്ന സൊസൈറ്റിക്ക് നല്ലതായിരിക്കും. ബിസിനസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രീൻ ഇഫ് ഇറ്റ് മാച്ചസ് ദ ഫോളോയിങ് 4 ക്രൈറ്റീരിയ. അപ്പോൾ ഒരു ബിസിനസ്സിനെ ഗ്രീൻ ബിസിനസ് ആക്കുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 ക്രൈറ്റീരിയകളാണെന്ന്. ഒന്ന്, it incorporates principles of sustainability into each of its business decisions. എന്ത് ബിസിനസ് ഡിസിഷൻ എടുത്താലും അതിന് കീ പ്രിൻസിപ്പിൾ ആയിട്ട് വെക്കുന്നത് സസ്റ്റൈനബിലിറ്റി ആയിരിക്കണം. 2, it supplies environmentally friendly products or services that replaces demand for non-green products or services. non-green products അഥവാ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഗ്രീൻ പ്രോഡക്ട്സ് ഓർ സർവീസസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്, അതല്ലേ റിന്യൂവബിൾ. അപ്പം എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഓർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് ഗ്രീൻ ബിസിനസ് എന്ന് പറയാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഗ്രീനർ ദാൻ ട്രഡീഷണൽ കോമ്പറ്റീഷൻ, മൂന്നാമത്തെ ഘടകമാണ്. 4, ഇറ്റ് ഹാസ് മെയ്ഡ് ആൻ എൻഡ്യൂറിംഗ് കമ്മിറ്റ്മെന്റ് ടു എൻവയോൺമെന്റൽ പ്രിൻസിപ്പിൾസ് ഇൻ ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ്, അതിനെ നമുക്ക് ഗ്രീൻ ബിസിനസ് എന്ന് പറയാം. Therefore, a sustainable business is any organization that participates in environmentally friendly or green activities to ensure that all process, products and manufacturing activities adequately address current environmental concerns while maintaining a profit. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ബന്ധപ്പാടിൽ നമ്മൾ എൻവയോൺമെന്റിനെ അങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഫ്യൂച്ചറിലേക്കും വേണ്ട റിസോഴ്സസും ഈ എൻവയോൺമെന്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാക്സിമം ഇറക്കിയിട്ട് എൻവയോൺമെന്റിനെ നമ്മൾ സേവ് ചെയ്യുക ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ഓൾസോ. ഇപ്പം സസ്റ്റൈനബിൾ ബിസിനസ്സിന്റെ ഒരു ഡെഫിനിഷൻ പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ ബിസിനസ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വേൾഡ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെ ഓർത്താൽ മതി, അതിനെ ബിസിനസ് മെന്റാലിറ്റിയിലേക്ക് ആക്കിയിട്ട് എഴുതിയാൽ മതി. സോ അതിന്റെ ആൻസർ ആയിക്കോളും. റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുക, അതാണ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് എക്സ്പ്ലോയിറ്റേഷൻ കൊടുത്താൽ മതിയാവും എൻവയോൺമെന്റിന്. ഫുള്ളി അതിനെ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നാനാവിധമാക്കേണ്ട ആവശ്യം ഇല്ല. Everyone affects the sustainable development within a business can create value for customers, investors and the environment. A sustainable business must meet customer needs while at the same time treating the environment well. Sustainable business ആണെങ്കിലും കസ്റ്റമേഴ്സിന്റെ നീഡ്സ് മീറ്റ് ചെയ്യുകയും വേണം, പക്ഷെ എൻവയോൺമെന്റൽ വെൽ ട്രീറ്റ്മെന്റ് നൽകാനും പാടുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നത്, സസ്റ്റൈനബിലിറ്റി ഈസ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എപ്പോഴും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSRുമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ആ ഒരു ടേംസ് രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷെ അല്ല, ഡിഫറെൻ്റ് ഉണ്ട്. സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSR എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇരിക്കുന്നതായിട്ടുള്ള ആ സൊസൈറ്റിയോട് ആ കമ്പനിക്കുള്ള ബാധ്യത, അതിനെയാണ് CSR എന്ന് പറയുന്നത്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഭാഗം സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കണം. അതിനെയാണ് CSR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടും ഡിഫറെൻറ്റ് ടേംസ് ആണ്, ഡിഫറെൻറ്റ് ഐഡിയാസ് ആണ് രണ്ടും. The definition of green job is ambiguous, but it is generally agreed that these jobs, the result of green business, should be linked to clean energy and contribute to the reduction of greenhouse gases. Green jobs എന്നതിൻ്റെ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് ആംബിഗസ് ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷനൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ ക്ലീൻ എനർജി അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോസസ്സൊക്കെ ഈ ഗ്രീൻ ജോബ്സിന്റെ കീഴിൽ വരുന്നതാണ്. എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, ഈ പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് ഇവിടെ പറയുന്നത്, ബേസിക് ഒരു കീ ടേം എന്ന് പറയുന്നത്.
ബിക്കമിങ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ കമ്പനീസ്. സസ്റ്റൈനബിലിറ്റി ഇപ്പം എല്ലാ കമ്പനീസ് തന്നെയും ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കറണ്ട് സിനേറിയോയിൽ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ സസ്റ്റൈനബിലിറ്റി. Simply put, sustainability is a business approach to create long-term value by taking into consideration how a given organization operates in the ecological, social and economic environment. Sustainability is built on the assumption that developing such strategies fosters companies' longevity. അപ്പോൾ കമ്പനിയുടെ വെൽബീങ് നമ്മൾ നോക്കുകയാണ്, അതോടൊപ്പം ആ കമ്പനി ഇരിക്കുന്ന എൻവയോൺമെൻറ്റിനെയും സംരക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. സോ അതാണ് ഈ ഒരു പോയിന്റിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് പറയുക. പിന്നെ ദ ഫോളോയിങ് ഇൻഡസ്ട്രി ലീഡേഴ്സ് ഇല്ലുസ്ട്രേറ്റ് വാട്ട് സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റ്സ് ലുക്ക് ലൈക്ക്. കുറച്ച് ഇൻഡസ്ട്രീസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്, ചില കമ്പനീസിൻ്റെ കാര്യമാണ്. അവരെങ്ങനെയാണ് ഈ സസ്റ്റൈനബിലിറ്റിയെ നോക്കിക്കാണുന്നത് എന്നാണ് പറയുന്നത്. വാൾമാർട്ട് ആൻഡ് H&M have moved toward more sustainable retailing, largely by leading collaboration across their supply chains to reduce waste, increase resource productivity and optimize material usage. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സസ്റ്റൈനബിലിറ്റിയെ പല ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് പെപ്സി ആൻഡ് കൊക്കക്കോല have both developed ambitious agendas such as increasing focus on water stewardship and setting targets on water replenishment. രണ്ട് ഇൻഡസ്ട്രീസിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. These firms have all made strong commitments to sustainability. They are embarking on more sustainable journey and all firms should follow suit over the next decade. അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് വരുന്നത്. പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ നിങ്ങൾ വേറെ ആർട്ടിക്കിൾസിൽ നിന്ന് കണ്ടെത്തണം. അടുത്തത് കൾച്ചർ ആൻഡ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി ആണ്. ഇന്ത്യ എന്ന കൺട്രിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുക. ഡൈവേഴ്സ് റിലീജിയൻ, ഡൈവേഴ്സ് ബിലീഫ് ഉണ്ട് ഇന്ത്യയിൽ. സ്റ്റിൽ നമ്മളൊരു കൺട്രി ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വി റെസ്പെക്ട് every religion, every belief, every thoughts, every ideas of our citizens. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഒരു കൺട്രി ആയിട്ട് നിൽക്കുന്നത്. The term culture refers to the beliefs, customs and attitudes of a distinct group of people. Culture എന്നാൽ beliefs, customs and attitudes of a distinct group of people. ഒരു distinct group of peopleന്റെ ഉള്ളിലുള്ള വിശ്വാസം, കസ്റ്റം, മനോഭാവം, അതിനെയൊക്കെയാണ് നമ്മൾ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ മേ റെഫർ ടു ആൻ എൻറ്റയർ കൺട്രി, ആൻ എത്നിക് ഗ്രൂപ്പ് ഓർ എ സോഷ്യൽ ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. Culture involves various elements such as values and beliefs, norms, symbols, language, etc. ഒരു കൾച്ചറിനകത്ത് ഇൻവോൾവ്ഡ് ആവുന്ന എലമെന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. വിശ്വാസങ്ങൾ, നോംസ്, സിംബൽസ്, ഭാഷ, കസ്റ്റം, ട്രഡീഷൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം എല്ലാം ഒരു കൾച്ചറിനെ മേക്ക് ചെയ്യുന്ന, ഫോം ചെയ്യുന്ന ഘടകങ്ങളാണ്, എലമെന്റ്സ് ആണ്. ഡൈവേഴ്സിറ്റി ഇൻ സിമ്പിൾ വേർഡ്സ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറൻസസ്. ഡൈവേഴ്സിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഡിഫറൻസസ് എന്നാണ്. ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൈവേഴ്സിറ്റി എന്ന് പറയാം. ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പല സ്വഭാവങ്ങളുള്ള പീപ്പിളിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആണ്. പല സ്വഭാവത്തിൽപ്പെടുന്ന, പല വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന മനുഷ്യരെയാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദ കോൺസെപ്റ്റ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് അക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്ടിങ് ഡിഫറൻസസ്. ഡിഫറൻസസിനെ അക്സെപ്റ്റ് ചെയ്യുക, അതോടൊപ്പം അവയെ റെസ്പെക്റ്റ് ചെയ്യുക. അതാണ് ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി മീൻസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും അല്ലേ, അവരെയൊക്കെയാണ് നമ്മൾ അവരെല്ലാം കൂടുന്നതാണ് ഈ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈവേഴ്സിറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 dimensions. ഒന്ന് പ്രൈമറി, മറ്റേത് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ മെയിൻലി ഇൻക്ലൂഡ്സ് ഇൻബോൺ ഡിഫറൻസസ്.
നമ്മുടെ വിത്തിൻ ഇൻബോൺ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് പ്രായം, എത്തനിസിറ്റി, ജെൻഡർ, ഫിസിക്കൽ എബിലിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ, അതൊക്കെയാണ് ഇൻബോൺ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി ഡയമെൻഷൻ എന്താണ്? ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, റിലീജിയൻ, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വർക്ക് കൾച്ചർ. സോ ഇങ്ങനെ 2 ടൈപ്പാണ് നമ്മൾ ഡൈവേഴ്സിറ്റിയെ തരംതിരിക്കുക. പിന്നെ ബെനഫിറ്റ്സ് ഓഫ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയിലേക്ക് വരികയാണ്. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിക്ക് ബെനഫിറ്റ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവ? ഹാവിങ് എ ഡൈവേഴ്സ് വർക്ക് പ്ലേസ് ഹാസ് സെവറൽ ബെനഫിറ്റ്സ്. ഒന്ന്, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. കാരണം പല diverse terms are more inventive and socially conscious, consider facts more thoroughly and develop more innovative and data driven decision. പല വിശ്വാസങ്ങൾ, പല ഐഡിയാസ്, പല തോട്ട്സ് ഉള്ള ആളുകളാണ് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ കൂടുതൽ ഉണ്ടാവും. കാരണം പല ചിന്തകൾ ഒന്നിച്ചു കൂടുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ചിന്തയായിട്ട് വന്നാലോ. അതാണ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. പല വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരുമിച്ചിരുന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് കുറച്ചധികം ആക്യുറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് ഇന്നോവേഷൻ, ഇൻക്രീസ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഡൈവേഴ്സിറ്റി സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇംപ്രൂവ്ഡ് കമ്പനി കൾച്ചർ, പോസിറ്റീവ് ഒപ്പീനിയൻ ഓഫ് ദർ കമ്പനി, ആ കമ്പനിയെ പറ്റിയുള്ള പോസിറ്റീവ് ഒപ്പീനിയന് കാരണമാക്കും ഈ ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ് എന്ന് പറയുന്നു. റെഡ്യൂസ്ഡ് എംപ്ലോയി ടേൺ ഓവർ, വർക്ക് പ്ലേസിൽ ഇക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ് സെക്യുലറിസം, ഇക്വാലിറ്റി. നമ്മൾ ഒരു റിലീജിയൻ്റെ ബേസിസിൽ എംപ്ലോയീസിനെ തരം താഴ്ത്താനോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ആ ഇക്വാലിറ്റി കമ്പനിയെ ബൂസ്റ്റപ്പ് ചെയ്യും. അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യും. ഇങ്ങനെ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വഴി എംപ്ലോയീസിന് സെൽഫ് എസ്റ്റീം ഒക്കെ കൂടുകയാണ്, അവർ മോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ആ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കുറയുന്നു. ഇതൊക്കെയാണ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയുടെ ബെനഫിറ്റ്സ് ആയിട്ട് പറയാം. ഇനി ചില ചലഞ്ചസ് ഉണ്ട് ഈ വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയിൽ. അതെന്തൊക്കെയാണ്? ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ലാംഗ്വേജ് ബാരിയേഴ്സ് ആർ കോമൺ ഇൻ കമ്പനീസ് വിത്ത് എ ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ്. പല കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ ഒത്തുചേരുമ്പോൾ ചിലപ്പം അവരുടെയൊക്കെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. സോ അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു ബാരിയറാണ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയുടെ. പിന്നെ ഡിസ്ക്രിമിനേഷൻ റിസ്ക്, മോർ ബയാസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹറാസ്മെന്റ്, അതിനുള്ള ചാൻസസ് വർക്ക് പ്ലേസിൽ കൂടുതലുണ്ട്. അപ്പം അത് ഒരു ചലഞ്ചായിട്ട് നിലകൊള്ളുന്നു. പിന്നെ എന്താണ്? കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, വേരിയസ് കൾച്ചേഴ്സ് ആർ ബ്ലെൻഡഡ് ടുഗെദർ ഇൻ എ വർക്ക് പ്ലേസ്, isn't it? So there is a chance of misunderstanding within employees അല്ലെങ്കിൽ superiors. പല കൾച്ചേഴ്സ് ബ്ലെൻഡ് ചെയ്യുമ്പം അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. ചില ജസ്റ്റേഴ്സ് ഒക്കെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചില കൾച്ചറിൽ എന്താ പറയുക, തംസ് അപ്പ് ചെയ്യുന്നത്, അതുപോലെ പാറ്റ് ചെയ്യല്, ബാക്കിൽ പാറ്റ് ചെയ്യുന്നതൊക്കെ ചില കൾച്ചറിൽ ഒഫൻസീവായിട്ട് കണക്കാക്കുന്നുണ്ട്. അതാണ് കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചില ജസ്റ്റേഴ്സ്, ചില ആക്ഷൻസ്, ചില വേർഡ്സ് ഒക്കെ ചിലപ്പോൾ വേറെ കൾച്ചറിൽ ഒഫൻസീവ് ആയിരിക്കാം. അപ്പം നമ്മളത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടയാക്കും. പൊട്ടൻഷ്യൽ ഫോർ കോൺഫ്ലിക്റ്റ്, ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആണ് എംപ്ലോയീസ് നേരിടുന്നത് എങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സ് അറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, ബയാസ് ആൻഡ് അപ്ഹോൾഡ് എംപ്ലോയ്മെന്റ്, കോമ്പൻസേഷൻ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊമോഷൻസ് ഇക്വിറ്റി. എംപ്ലോയേഴ്സ് മസ്റ്റ് എലിമിനേറ്റ് ജെൻഡർ ബയാസ് എന്നാണ് പറയുന്നത്. ജെൻഡർ ബയാസ് ഇല്ലാണ്ട് എല്ലാവരെയും തുല്യരായി കാണുക. അതിപ്പം വേജസിൻ്റെ കേസിലാണെങ്കിലും കൊടുക്കുന്ന വർക്കിൻ്റെ കേസിലാണെങ്കിലും ജെൻഡർ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാതെ വരുമ്പോൾ അതും കോൺഫ്ലിക്ട്സിന് ഇടയാക്കുന്നു. സോ ഇതൊക്കെയാണ് മേജർ ബാരിയേഴ്സ് വരിക വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റിയിൽ. ഇനി ഇമ്പാക്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ് പറയാൻ പോകുന്നത്. ഇംപ്രൂവ്സ് കമ്പനി പെർഫോമൻസ്,
ഡൈവേഴ്സിറ്റി, ഒരു വർക്ക് പ്ലേസിൽ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഈസ് ക്രൂഷ്യൽ ടു ഇംപ്രൂവിംഗ് പെർഫോമൻസ്. പീപ്പിൾ ഹു ഫീൽ റെസ്പെക്റ്റഡ് ആൻഡ് അറ്റ് ഈസ് വിൽ ഔട്ട് പെർഫോം പീപ്പിൾ ഹു ആർ സ്ട്രെസ്ഡ് ആൻഡ് ഡിസ്റെസ്പെക്റ്റഡ്. റെസ്പെക്റ്റ് എന്താ തനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെക്കാട്ടിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. റെസ്പെക്റ്റ് കൊടുത്താൽ പ്രൊഡക്ടിവിറ്റി കൂടും. അങ്ങനെ കമ്പനി പെർഫോമൻസ് ഹൈ ലെവൽ ആവുമെന്നാണ് പറയുന്നത്. ഇംപ്രൂവ്സ് എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് റിട്ടൻഷൻ. Employees who feel appreciated and empowered remain more loyal than those who are treated shabbily. അങ്ങനെ വരുമ്പോൾ എംപ്ലോയി റീടെൻഷൻ ഒക്കെ കൂടുന്നു, എൻഗേജ് ചെയ്യുന്നു. ഇംപ്രൂവ്സ് പബ്ലിക് പെർസെപ്ഷൻ ഓഫ് യുവർ ബ്രാൻഡ്. പബ്ലിക്കിന് ആ കമ്പനി ഇറക്കുന്നതായ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിനോടൊക്കെ ഒരു നല്ല ഫീഡ്ബാക്ക് തരാൻ തുടങ്ങും പബ്ലിക്. ഇഫ് എ കമ്പനി ഈസ് പബ്ലിക് വിത്ത് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ദെൻ ഇറ്റ് വിൽ ബിൽഡ് ഇറ്റ്സ് ഇമേജ് അമംഗ് പീപ്പിൾ. പബ്ലിക്കിൽ ഒരു നല്ല ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഡൈവേഴ്സിറ്റി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി, ന്യൂ ഐഡിയാസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ്. ഇനി മാനേജിങ് ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ്. മാനേജിങ് ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ്. എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിൽ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുക? ഒന്ന്, എൻകറേജ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ് ആൻഡ് ബിലീഫ്സ്. എംപ്ലോയീസിന് അവരുടെ ഒപ്പീനിയൻസ്, ബിലീഫ്സ്, തോട്ട്സ്, ഐഡിയാസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കണം. ഓർഗനൈസ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. Team building activities with a diverse workforce allow employees to set aside their cultural differences to achieve a common goal. This results in effective cross-cultural teams with happier and more productive employees. Productivity കൂടുന്നു, employee satisfaction level കൂടുന്നു. Diversity training. Employees need to be aware of how to coexist with a diverse range of people as well as cultural sensitivity to achieve harmony within a diverse workplace. Diversity training കൊടുക്കണം എംപ്ലോയീസിന്. എന്ന് വെച്ചാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസിൽ എങ്ങനെ നമുക്ക് കോഎക്സിസ്റ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ട്രെയിനിങ് കൊടുക്കണം. സോ ദാറ്റ് they can achieve harmony within a diverse workplace. Code of conduct. Strict code of conduct should be maintained within a workplace. അപ്പോൾ ഒരു സ്കൂളിൽ യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഒരു ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില സ്ട്രിക്റ്റ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ അത് സഹായിക്കും. അങ്ങനെ നമുക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യാം. നോൺ ഡിസ്ക്രിമിനേഷൻ പോളിസി. Not only hiring people from different backgrounds but also evaluating them, managing them and promoting them within the company. പോളിസി മേക്കിങ്ങിനൊന്നും ഈ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. കോമ്പൻസേഷൻ ആൻഡ് ബെനഫിറ്റ്സ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. എംപ്ലോയീസ് ആർ അവെയർ ഓഫ് ഡൈവേഴ്സിറ്റി പോളിസീസ് ആൻഡ് ദാറ്റ് ദേ ഹാവ് ആൻ ഓപ്പൺ ഡോർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു റിപ്പോർട്ട് എനി ഡൈവേഴ്സിറ്റി ഇഷ്യൂസ്. ഡൈവേഴ്സിറ്റി ഇഷ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇറർ സംഭവിക്കരുത്. ഒരു ഡോർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു റിപ്പോർട്ട് സച്ച് ഡൈവേഴ്സിറ്റി ഇഷ്യൂസ് പ്രൊവൈഡ് ചെയ്യണം. ചില ബെനഫിറ്റ്സ് ആണ്. ബെനഫിറ്റ്സ് ദാറ്റ് അട്രാക്ട് മോർ ഡൈവേഴ്സ് എംപ്ലോയീസ്. ഒന്ന്, ഫ്ലോട്ടിംഗ് ഹോളിഡേയ്സ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ഡിഫറെൻറ്റ് റിലീജിയൻസ്. പല ഡിഫറെൻറ്റ് റിലീജിയൻസിൽ ഉള്ള ആളുകൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ ലീവ് കൊടുക്കുക അല്ലെങ്കിൽ ഹോളിഡേ പ്രദാനം ചെയ്യുക. ആ റിലീജിയനിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും, ചില ആഘോഷങ്ങൾ ഉണ്ടാവും. ആ സമയങ്ങളിൽ അവർക്ക് ഹോളിഡേ പ്രൊവൈഡ് ചെയ്യുമ്പം അവരുടെ റിലീജിയനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ ഇവരുടെ മനസ്സിൽ വരും, എംപ്ലോയീസിൻ്റെ മനസ്സിൽ വരും. സോ അങ്ങനെ അവർ ആ വർക്ക് പ്ലേസിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവും. അവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, സെക്യുലർ ആണല്ലോ എന്നൊരു ഫീല് വരും. പിന്നെ working remotely which can accommodate people who might have trouble getting to the office because of disability. പിന്നെ ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾസ് ഫോർ പീപ്പിൾ ഹു സ്റ്റഡി, ഹാവ് ചിൽഡ്രൻ ഇൻ സ്കൂൾ. ഇപ്പം പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂളൊക്കെ കൊടുക്കുക. അത് ഒക്കെ വർക്ക് പ്ലേസിലേക്ക് ഇവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസാണ്. എക്സെട്ര ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെയാണ് മേജർ ബെനഫിറ്റ്സ് ദാറ്റ് അട്രാക്ട് ഡൈവേഴ്സ് എംപ്ലോയീസ്.
ഈ ഒരു ഓർഗനൈസേഷൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബെനഫിറ്റ്സ് ഒക്കെ അവർ പ്രദാനം ചെയ്യുന്നതും ഈ ബെനഫിറ്റ്സ് ഒക്കെ കണ്ടിട്ട് എംപ്ലോയീസ് വീണ്ടും അവരിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതും. അപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യുക, ഡിസ്ക്രിമിനേഷൻസ് കുറയ്ക്കുക, എന്നാൽ മാത്രമേ ആ കമ്പനിക്ക് ഗ്രോത്തും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. മോർ ദാൻ ദാറ്റ് പബ്ലിക്കിൽ ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം കുറച്ചധികം കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ വേറെ ആർട്ടിക്കിൾസും ഒക്കെ റെഫർ ചെയ്യണം, എന്നാൽ ഇത് ഈസി ആയിട്ട് വരും. ഇത് മാത്രം, ഈ ഒരു വീഡിയോ മാത്രം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തോന്നാം. ചില പോയിന്റ്സ് ഒക്കെ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ തോന്നാം. ആക്ച്വലി കുറച്ച് ഈ ഒരു ഭാഗം കുറച്ചധികം ഫിലോസഫിക്കൽ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. യു ജസ്റ്റ് റീഡ് മോർ ആർട്ടിക്കിൾസ് ഫ്രം ഗൂഗിൾ ഓർ അനദർ വെബ്സൈറ്റ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.